ഗോൾഡൻ ലേഡീസിന്റെ ഓണാഘോഷത്തിന് Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ഹായ് ഹലോ എല്ലാവർക്കും സുഖമില്ലേ? ഞാൻ നവ്യ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെ സൈഡിൽ നിന്നൊരു ഹാപ്പി ഓണം. മേ ദിസ് ഇയർ ബ്രിങ്സ് ഓൾ ദ ഹാപ്പിനെസ് ടു യുവർ ഫാമിലി. സോ നമുക്കിന്ന് 31 ഓഗസ്റ്റിൽ നമ്മളെ ഗോൾഡൻ മെലഡീസിൻ്റെ ഓണ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അപ്പം നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ പോകണം. കാരണം നമുക്കൊരു സർപ്രൈസ് ഉണ്ട് ഇവിടെ. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മളും രതീഷ് അങ്കിളും ദിവ്യാൻ്റെയും നമ്മൾ 2 ഫാമിലിയും കൂടി പിംപ്ലിഗുരവ് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോയി. അപ്പം അമ്മക്ക് ഡാൻസ് ഉണ്ട്, മാളുവിന് ഡാൻസ് ഉണ്ട്. നമ്മള് ഗോൾഡൻ മെലഡീസിന്റെ ഓണാഘോഷമാണ്. നമ്മളെല്ലാവരും ഓണാഘോഷത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. കാണാം, കംപ്ലീറ്റ് വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി പിംപ്ലിഗുരവ് ശ്രീകൃഷ്ണ ടെമ്പിളിലെത്തി. ഇതാണ് നമ്മളെ പൂനെയിലെ ടെമ്പിൾ. അപ്പോൾ എല്ലാവരും, ഞാൻ ഓൾറെഡി ഈ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്, ലൈവും വന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയിട്ട് അത് കാണുക. നമ്മൾ അമ്പലത്തിൽ പോയി അവിടുത്തെ പ്രസാദം കഴിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നമുക്ക് ഞാനൊന്നും പറയുന്നില്ല, നമുക്കൊരു കുഞ്ഞു പാട്ട് വെച്ചിട്ട് എല്ലാ വിശേഷങ്ങളും അടിപൊളി പ്രോഗ്രാമാണ്. സൂപ്പർ ഡൂപ്പർ പ്രോഗ്രാമാണ് ഇപ്രാവശ്യം ഓണം. അപ്പം നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഗോൾഡൻ മെലഡീസ് ആതുര സംഗീത സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രഥമ ഓണം ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങി കഴിഞ്ഞു. അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഓണാശംസകൾ. അടിപൊളി പരിപാടിയായിട്ട് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ കാണാം.
ഭാവിക ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപൻ അയാസി ത്വം കാശ്യപേ തപസി സന്നിധദത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുദോ വിധാത്ര പ്രാസൂദജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷേ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദ പിതൃഭ്യാം ത്വം തക്ഷണേ പടുത ബമ്പടുരൂപം ആധാ. ഗോൾഡൻ ലേഡീസിന്റെ ഓണാഘോഷ പരിപാടിയിൽ എത്തിച്ചേർന്ന പൂനെയിലെ അറിയപ്പെടുന്ന പരിചിത കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. സ്വർണ്ണകാലമായ ഓണത്തിന്റെ സന്തോഷത്തിൽ ഒന്നിച്ചുകൂടിയ GMലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഗോൾഡൻ മെഡൽസ് ഓണം സെലിബ്രേഷൻ 2025ലേക്ക് എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഗോൾഡൻ മെഡൽസ് കൂട്ടായ്മയുടെ അമരക്കാരൻ സംഗീതജ്ഞന് ഒരു പ്രത്യേക നന്ദിയും ആദരവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. പ്രശസ്ത വ്യക്തികൾക്ക് അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. ആദ്യമായി MPCC മെമ്പറായ ഗോൾഡൻ മെഡൽസ് കുടുംബാംഗവുമായ ശ്രീമതി ഷാനി നൌഷാദിനെ ഗോൾഡൻ മെഡൽസിന്റെ സ്നേഹം അറിയിക്കുന്നതിനായി GM കുടുംബാംഗമായ ജലജ നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ഒരുപാട് അഭിമാനം. അതോടൊപ്പം ഇതിന് അവസരമൊരുക്കിയ ഗോൾഡൻ മെലഡീസിന്റെ സാരഥി ശ്രീ സംഗീത് നമ്പ്യാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മനുഷ്യ മനസ്സിനെ ശാന്തി നൽകുന്ന അവൻ്റെ ദുഃഖങ്ങളെയും മാനസിക പിരിമുറുക്കങ്ങളെയും ഒരളവ് വരെ ഇല്ലാതാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ് ഉള്ളത്: സംഗീതവും സൗഹൃദവും. ഹൃദയത്തിന്റെ ഉള്ളറകളിലൂടെ സഞ്ചരിച്ച് ഹൃദയമെടുപ്പിനൊപ്പം താളമിട്ട് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് സംഗീതം. Sir, Nandakumaran sir, Ravindra sir, Rajan sir, he's my friend also, upcoming BJP leader. I think blessings of Golden Melodies first I should say. ഞാൻ ആദ്യം കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് മെമ്പർ ആയിരുന്നു. ആഫ്റ്റർ യു ഓൾ ഇൻവൈറ്റഡ്, നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് പ്രൊമോഷൻ കിട്ടി. ഞാൻ സെക്രട്ടറി ആയി സ്റ്റേറ്റിൻ്റെ. സോ താങ്ക്സ് ടു ഓൾ യുവർ ബ്ലെസ്സിങ്സ്. I really want to thank Golden Melodies എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ. എൻ്റെ മലയാളം കുറച്ച് ഇറ്റ്സ് നോട്ട് വെരി ഗുഡ്. ഞാൻ നന്നായിട്ട് സംസാരിക്കും വീട്ടിൽ, പക്ഷേ ഇങ്ങനെ വേദിയിലേക്കുമ്പോൾ ഐ ഗെറ്റ് ലിറ്റിൽ ടെൻസ് ടോക്കിംഗ് ഇൻ മലയാളം. So thanks a lot Golden Melodies and his team. ഹലോ മുംബൈയിൽ ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു പരിപാടി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. 100,000-ത്തിലുമധികം മലയാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് പൂനെയിൽ. ഏകദേശം 30 ലക്ഷം മലയാളികൾ മഹാരാഷ്ട്രയിലുണ്ടെന്നും പറയപ്പെടുന്നു. ഇത്രയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു മലയാളി 15 വർഷമായി റോഡിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കിടക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നമ്മുടെ വീട്ടില് കൊതുക് വരുമ്പോൾ തന്നെ ഗുഡ് നൈറ്റ് മേടിച്ചു വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ കത്തലിടും. വീട്ടിൽ സോഫ, AC, അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കണമെന്നല്ല, അങ്ങനെ വേണം നാം ജീവിക്കുവാൻ. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു മലയാളി ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ അദ്ദേഹം ആ റോഡിൽ കിടക്കുന്നത്. ഇദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു, ആരാണ്, എവിടെയാണ്, അത് വളരെ കൃത്യമായി ഇത് ടെലികാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് തൃശ്ശൂർ കൂട്ടായ്മ എന്നും ഒരാൾ വിളിക്കുന്നു. ഞങ്ങൾ തൃശ്ശൂർ കൂട്ടായ്മക്കാരാണ്, ഞങ്ങൾ വരും, ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആരും വന്നില്ല. അത് മിസ്റ്റർ വിജയനുണ്ട്, ശ്രീ രമേശ് അമ്പലപ്പുഴ, ഇവരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വരുന്നു. അപ്പൊ ഞാനന്ന് അവിടെ പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിന് ഏത് നാട്ടുകാരാണ്, എന്താണ്, എവിടെയാണ് ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തിന് ഭക്ഷണം മാത്രം മതി. ഇത് കേട്ട മലയാളി പൊറോട്ടയും ചിക്കനുമായി എത്തുന്നു, എന്നെ വിളിക്കുന്നു. JP എവിടാ, എന്തിനാണാവോ? അല്ല, ഞാൻ പൊറോട്ടയും ചിക്കനായിട്ട് വന്നിട്ടുണ്ട്, കൊടുക്കൂ. അല്ല, നിങ്ങളുടെ ക്യാമറ വരണ്ടേ കൊടുക്കാൻ? ക്യാമറ വരാതെ ഇവർ കൊടുത്തില്ല. ഞാൻ പോയില്ല. പിന്നെ കൊടുത്തെന്ന് എനിക്കറിയില്ല. വിജയൻ പറഞ്ഞ് കൊടുത്തു എന്നാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാനൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ നിന്നില്ല. അതിനുശേഷം എനിക്ക് ഒരു കിളിനാദം പോലെ ഒരു സുന്ദരി എനിക്ക് ഫോൺ ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിലൊരു സുന്ദരിയാണ്, ലളിത നായർ. അവിടെ അപ്പൊ ലതാ നായർ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണണം. അങ്ങനെ ലതാ നായർ അവിടെ എത്തുന്നു. അവിടെയാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ നിങ്ങളുടെ സംഗീത നമ്പ്യാരെ ഞാൻ കാണുന്നു. സംഗീത നമ്പ്യാരും കൂടെയുണ്ട്. ഹായ്, സംഗീത നമ്പ്യാരും ലതാ മാഡം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇവരെ എങ്ങനെ കൊണ്ടുപോകട്ടെ? ഇപ്പൊ ഏതൊരു അച്ഛനോട് ഇവർ സംസാരിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ അച്ഛനെ വിളിച്ചു, അച്ഛൻ നാട്ടിലാണ്. അപ്പം ഇവര് പറഞ്ഞു, ഒന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് ഞങ്ങൾ പോവാം. പക്ഷെ സംഗീത സമ്മതിച്ചില്ല. സംഗീത് പറഞ്ഞു, ചേച്ചി നമുക്ക് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകണം. കാരണം അത്ര പരിതാപകരമായി താമസിക്കുകയാണ്. നമ്മളൊക്കെ ഇത്ര ഷർട്ടും പാന്റും ഡ്രസ്സും ഒക്കെ ഇട്ട് ഇത്ര സുന്ദരിമാരുമായിട്ട് നടക്കുമ്പോൾ ഒരു മലയാളി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി റോഡിൽ കിടക്കുന്ന നാണമില്ലേ? 30 ലക്ഷം മലയാളി മഹാരാഷ്ട്ര ഉണ്ടെന്ന് പറയാൻ, 3 ലക്ഷം മലയാളി ഇവിടെ ഉണ്ടെന്ന് പറയാൻ. ഇവിടെ ചാരിറ്റി അസോസിയേഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് സംഘടനകളുണ്ടല്ലേ? അച്ഛന്റെ പേരിൽ, അമ്മയുടെ പേരിൽ, വീടിന്റെ പേരിൽ, സ്വന്തം പേരിൽ, നാടിന്റെ പേരിൽ സംഘടനയുടെ ഏറ്റവും വലിയ സ്ഥലമാണ് മഹാരാഷ്ട്ര. പ്രത്യേകിച്ച് നമ്മുടെ പൂനെ വിളിച്ചു നോക്കിയാൽ മതി. രാഷ്ട്രീയ സംഘടനയുണ്ട്, സാമുദായിക സംഘടനയുണ്ട്, ചാരിറ്റി അസോസിയേഷൻ ഉണ്ട്. ഇവർക്ക് ഒരിക്കൽ പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന റോഡിൽ സംഗീത് ഇവരെ കൂട്ടി. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിക്കുന്നു. ആംബുലൻസ് വരുന്നു, മാരുതി ഓമനിയാണ്. നമ്മുടെ ലതാ മാഡം ഫ്രണ്ടിൽ കയറിയിരുന്നു.
ഇദ്ദേഹത്തെ ഈ ഇതിലേക്ക് ഈടാണ്. മാനസിക അസുഖം ചെറുതായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോ ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കത്തിയുണ്ട്, ഫോർക്കുണ്ട്, സ്പൂണുണ്ട്. ഇതുകൊണ്ട് എന്തും ചെയ്യാം. ഈ മാരുതി ഓമന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പ്രൊമോഷൻ തുറക്കുന്ന തുറന്നു. ഇദ്ദേഹത്തെ സ്ട്രക്ചറോട് ഞാൻ കയറ്റി അദ്ദേഹത്തിരിക്കുന്നു. അപ്പൊ സംഗീത്, ഞാൻ കയറണോ ചേട്ടാ? ഞാൻ കയറിക്കോളൂ. സംഗീതം ഒന്നും നോക്കാതെ അതിലേക്ക് കയറി. ഞാൻ ആ ഡോർ അടയ്ക്കുന്നു. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അദ്ദേഹം ഒരു മാനസിക അസുഖമുള്ള ഒരാളാണ്. എന്തെങ്കിലും സംഗീതനെ ചെയ്താൽ ഞാൻ 10 പ്രാവശ്യം സംഗീതം വിളിക്കണം. സംഗീത്, ഹാവ് യു റീച്ച്ഡ്? വേർ ആർ യു നൗ? ഞാൻ ചേട്ടാ പൊക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അങ്ങനെ ഒരാളും ചെയ്യില്ല കേട്ടോ. അതായത് ഒരു മലയാളിയും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അത് സംഗീതം ചെയ്തു. ആ കമ്മിറ്റ്മെന്റ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇന്ന് 2-3 പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഞാൻ ഓടി ഇവിടെ എത്താൻ കാര്യം ആ സംഗീതത്തിലുള്ള ആ കമ്മിറ്റ്മെന്റ് മാത്രമാണ്. അതിനുമുപരി ഈ സംഗീത് ഇവരെ ഈ പറഞ്ഞ ലത ചേച്ചി പറഞ്ഞ ഏതൊരു ഓർഫനേജ് ആശ്രമം അല്ലെ, ദേവകാവ് ആശ്രമത്തിലെത്തി. ആശ്രമത്തിലെത്തി കഴിഞ്ഞപ്പം ഓർത്തു നോക്കണം, 15 വർഷമായി ഇദ്ദേഹം കുളിച്ചിട്ട്, 15 വർഷമായി ഇദ്ദേഹം പല്ല് തേച്ചിട്ട്, 15 വർഷമായി മുടിയോ താടിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ കുളിക്കാതെ നനയ്ക്കാതിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ തന്നെ അസുഖമായി കിടന്നാൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് മാർദ്ദിക്കും. അത് മലയാളി നമ്മൾ അങ്ങനെയാണ്. മലയാളി നല്ല പൊതുവെ മനുഷ്യൻ അങ്ങനെയാണ്. അയാളെ ചേർത്ത് പിടിച്ച്, അയാളെ കുളിപ്പിച്ച്, അദ്ദേഹത്തെ ഷേവ് ചെയ്ത്, മുടി വെട്ടി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു സംഗീത്. അത് തീർച്ചയായും ഒരുപാട് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തതാണ്. Music. So, Sangeet, thank you for keeping up the spirit and making me proud. Second on the rise is Saji Amran sir, Ravindran sir, JP Jata. I'm impressed with your speech. I feel I should watch more of your telecast. I can learn little bit of Malayalam and I will be fluent in speaking Malayalam. So, thank you once again. ഇത്രയും ക്ഷുബ്ധമായ ആളുകൾ മരിക്കുന്നു, വലിയ പകയോടെ മനുഷ്യർ പരസ്പരം വെട്ടിമരിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ചിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ Took a pill in Ibiza to show Avicii I was cool. We don't talk anymore like we used to do. We don't like when you work. But you I got you, baby. And if you feel you're sinking, I will jump right over into cold water for you. For reading 8 letters, words, 100 numbers in 1 minute 17 seconds. Sanskriti Nair. Sanskriti Nair ഉള്ള സ്നേഹോപഹാരം സമ്മാനിക്കുന്നത് സജി എബ്രഹാം. ഗോൾഡൻ മെലോഡീസ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണോ അല്ല സാധാരണ ഒരു ഗ്രൂപ്പാണോ എനിക്കൊന്നും മനസ്സിലായില്ല.
കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേനിറഞ്ഞു പൂപോലെ വിരിഞ്ഞു ഉള്ളിലൂടെ ചുരും മോഹമല്ല കള്ളത്തരങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി मेरी ससुर लड़ जावे ओ जिसे देखे दिल मेरा पीछे पीछे पड़ जावे दिन में ये तेरे घर कहीं और ये रातें करना जो तुझी दफा पहली बार कर जावे లోన దండనగా జరిగిందేమో దెమ్మ తిరిగిందే మైండ్లెస్ ఏమో मेरा यार हंस रहा है बारिश की जाए यार हंस रहा है बारिश की जाए സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാളിൽ പൂക്കാലം സ്വപ്നങ്ങൾക്ക് പൂച്ചി തങ്ക
വേഗത്തിൻ്റെ പ്രവീണ അഭയ് ദിവ്യ घड़ा
തളർന്ന അവശയായ മുതലാളിയെ കൊച്ചുവിനെ കിഷോർജിയുടെ കരങ്ങളിൽ കണ്ണടക്കട. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പ്രോഗ്രാം നല്ല അടിച്ചു പൊളിച്ച് സൂപ്പർ പ്രോഗ്രാമായി. ഡാൻസും പാട്ടും ഗിഫ്റ്റുമായിട്ട് കുറേ ആൾക്കാരുടെ ഫുൾ ഹാപ്പിയായി. 2 മാസത്തെ ഹാർഡ് വർക്കാണ് ഇവരെല്ലാവരും. രാവിലെ ഉച്ചക്ക് രാത്രിക്ക് ഫുള്ള് ഓണം പരിപാടി ആയിട്ട് ഫുള്ള് നല്ല അടിച്ചു പൊളിച്ച് ഡാൻസ് ആയാലും പാട്ടായാലും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നല്ല സൂപ്പറായിരുന്നു. നമ്മളെ മമ്മ ഡാൻസ് ഉണ്ടായിനി, മാളുക്കുട്ടി ഡാൻസ് ഉണ്ടായിനി, പിന്നെ ഫൈനൽ സർപ്രൈസ് എന്ന് പറഞ്ഞത് നമ്മൾ രതീശങ്കളായിരുന്നു മാവേലിയായിട്ടുണ്ടായത്. അപ്പം അങ്ങനെ നമ്മൾ ആർമി ലൈഫിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു സിവിൽ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. പുതിയ ഫാമിലിനെ കിട്ടിയ മാതിരി. ഓൾ താങ്ക്സ് ടു സംഗീതങ്കൽ ആൻഡ് ഫാമിലി. പിന്നെ കുറേ ആൻറ്റിമാരും എല്ലാവരും നല്ല ആൾക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, പറഞ്ഞാലൊന്നും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഈ പ്രോഗ്രാം നല്ല ബൈ ബൈ.